ഹായ് നമസ്കാരം, ഞാൻ ഗായത്രി. ഞാനിപ്പോൾ ഉള്ളത് മാതാ കോളേജിലാണ്, കാട്ടാക്കട സെൻറ്ററിൽ. ഇന്നിവിടെ മെഡിക്കൽ എക്സ്പോ കണ്ടക്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ചെയ്യാനെത്തിയ നമ്മുടെ നെഫ്രോളജിസ്റ്റ് കാരക്കോണം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ആൻഡോ സാറിനെ ഈ വേദിയിലേക്ക് ഹാർദവമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സാറ് ഇന്ന് ഉദ്ഘാടനം മാത്രമല്ല, നിങ്ങളുടെ ജഡ്ജ്മെൻറ്റും കൂടെ ഇന്ന് ചെയ്യുകയാണ്. എല്ലാവരും വെയിറ്റിങ്ങിലായിരിക്കുക അല്ലേ? അതുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർ അഖിൽ, പ്രിയപ്പെട്ട ഗായത്രി, പ്രിയപ്പെട്ട നിഷ, മറ്റുള്ള എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്റ്റുഡൻസ്, പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകർ, സുഹൃത്തുക്കളെ, എല്ലാവരെയും ഈ മെഡിക്കൽ എക്സ്പ്രസിലേക്ക് ഹാർദവമായിട്ട് ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. മനുഷ്യരുടെ ജീവനെ സ്പർശിക്കുന്ന, ഭാവിയെ സ്പർശിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് ഇത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷമായി. സമൂഹത്തിലും വരും തലമുറകളിലും വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമായിട്ട് ഞാൻ ഈ സ്ഥാപനത്തെ കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരു മിനിമം 8-10 വർഷം. ഞാൻ വളരെ ചെറുപ്പമാണ്. ഞാനൊക്കെ മെഡിക്കൽ ഫീൽഡിൽ വരുന്നതിന് മുൻപേ ഇതിന് ഒരു ചെറു മരമായി അത് വലിയൊരു വൃക്ഷമായി മാറിയ ഒരു സ്ഥാപനത്തിൽ അസോസിയേറ്റഡ് ആയിരിക്കുന്നതിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ സന്തോഷിക്കാനും അഭിമാനിക്കാനും വകയുണ്ട്. അപ്പോൾ അത്തരം ഒരു സ്ഥാപനത്തിൽ നിന്ന് കിട്ടിയ ഒരു ക്ഷണം വളരെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് ആണ് എനിക്കിന്നിവിടെ വരാൻ പറ്റിയത്. അതോടൊപ്പം തന്നെ ശ്രീമതി ജിജി മാഡം ചെയ്യുന്ന ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പ് എന്നുള്ളതിൽ കവിഞ്ഞ് അതിന് മുകളിൽ ചെയ്യുന്ന ആതുര ശുശ്രൂഷയും സാമൂഹ്യ സേവനവും സാമൂഹ്യ പ്രതിബദ്ധതയും വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ടാണ് ഇവിടെ വരുന്ന ഈ ക്ഷണം ഞാൻ സ്വീകരിച്ച് വന്നത്. ബാല്യം വിട്ട് കൗമാരത്തിലേക്ക് പോകുന്ന വളരെയധികം എനർജറ്റിക്കായിട്ടുള്ള, വളരെയധികം ഐഡിയാസ് ഉള്ള യൂത്തിനോട് സംസാരിക്കാൻ കിട്ടുന്നൊരു അവസരം ഒരു രീതിയിലും വിട്ടുപോകരുത് എന്ന് പറഞ്ഞിട്ടാണ് തീർച്ചയായും വളരെ സന്തോഷത്തോടെ നിങ്ങൾ ഓരോരുത്തരും പരിചയപ്പെടാനും സംസാരിക്കാനുമായിട്ട് ഇവിടെ വന്നത്. മെഡിക്കൽ എക്സ്പോ തീർച്ചയായും നമുക്ക് കരിക്കുലത്തിൻ്റെ ഭാഗമായിരിക്കാം, സിലബസിൻ്റെ ഭാഗമായിരിക്കാം. നിങ്ങൾ ഒരു പ്രോഗ്രാമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് ചെയ്യുന്നു എങ്കിലും ഇത്തരമൊരു പ്രോഗ്രാം നിങ്ങൾക്ക് ഓർഗനൈസ് ചെയ്ത് തരുന്നതിലൂടെ നിങ്ങളുടെ നൈസർഗികമായ അഭിരുചികളെ പ്രകടമാക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി തരുന്നതിലൂടെ അതൊരു സിലബസിൽ മാൻഡേറ്ററി ആയിട്ട് പറയുന്ന കാര്യമാണ് എന്നുള്ളതിലപ്പുറം നിങ്ങളെ എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരം മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് ഒരുക്കി തരികയാണ്. ഞാൻ ചില സ്ലൈഡുകളൊക്കെ കണ്ടു, ചില പ്രസൻറ്റേഷൻസൊക്കെ കണ്ടു. കൂടുതൽ കാണാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ മനോഹരമാണ് ആദ്യത്തെ 2 റൂമിൽ കണ്ട ചില സ്ലൈഡുകളെങ്കിലും. അപ്പോൾ ഉദ്ഘാടന ദൃശ്യങ്ങൾ കണ്ടു. ഇനിയാണ് ശരിക്കുള്ള എക്സ്പോ. ആ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് വേഗം തിരിച്ചു വരാം.
വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവെക്കുന്നതിനായി നമ്മുടെ കോളേജിൽ അഡ്മിനിസ്ട്രേറ്റർ നമ്മളോടൊപ്പം ചേരുന്നു. നമുക്ക് ചോദിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ മെഡിക്കൽ എക്സ്പോ ആണ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ നമുക്ക് മൈക്രോബിയൽ ആയാലും അനോട്ടമി ആയാലും അതുപോലുള്ള എല്ലാ തരം സ്ട്രക്ചേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ ഫിഗേഴ്സ് കാര്യങ്ങൾ, വർക്കിംഗ് മോഡൽ, സ്റ്റിൽ മോഡൽ, പിന്നെ ചാർട്ട് വർക്ക്, എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ കോളേജിലെ കുട്ടികൾക്കൊരു പ്രചോദനമാണ്, അതുപോലെ തന്നെ അവർക്കൊരു ഇൻസ്പിറേഷനാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ഇൻസ്പിറേഷനാണ്. അവർ ഹാർഡ് വർക്ക് ചെയ്ത് ഒരു ഏകദേശം 30 ദിവസം ടൈം കൊടുത്തെങ്കിലും ലാസ്റ്റ് 2 ദിവസം കുറേ ഓടി. കാരണം ഇതിൻ്റെ പാർട്സ് കാര്യങ്ങൾ കിട്ടാനും അതിൻ്റെ ബാക്കി എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്യാനും എല്ലാത്തിനുമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ എഡ്യൂക്കേഷൻ മാത്രമല്ല, അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ്, അതുപോലെ തന്നെ നമുക്ക് അതിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് പഠനമായാലും എല്ലാം നമുക്കതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഓരോ എക്സിബിറ്റിൻ്റെയും കറക്റ്റായിട്ടുള്ള എക്സ്പ്ലനേഷൻ അവർ തരുന്നുണ്ട്. അപ്പോൾ വന്ന് കണ്ടവർക്കെല്ലാം അത് നല്ലൊരു അഭിപ്രായമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മറ്റുള്ളവർക്കൊരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. മാതാ കോളേജിന്റെ എക്സിബിഷൻ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലത്തെ പുതുമയുള്ള കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടും വരെ ഗായത്രി സെൻഡിങ് ഓഫ്.